ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് മാക്സിമം വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ ഈ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഞാൻ അതോട്ട് പറഞ്ഞു തോന്നുന്നു അല്ലേ. സോ മക്കളെ, ഞാൻ നേരെ ചോദ്യങ്ങളിലേക്ക് അടുക്കുകയാണ്. സോ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് എന്താണ് അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ചോദ്യം ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇത് ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. ഇതേ ടോപ്പിക്കിൽ നിന്ന് കുറച്ചൊരു ടഫുള്ള ചോദ്യം കൂടി ഉണ്ട്. ആ 2 ചോദ്യം നമ്മളെ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഏരിയ ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിൻ്റെ ഏരിയ കാണണം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് dA/dr ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. റേഡിയസ് 3 ആവുന്ന സമയത്തും റേഡിയസ് 4 ആവുന്ന സമയത്തും. സോ dA/dr പറഞ്ഞാൽ d/dr ഓഫ് πr² ആണ്. അപ്പോൾ മുകളിലത്തെ വേരിയബിൾ r ആണ്, അടിയത്തെ വേരിയബിളും r ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഡെറിവേഷൻ കാണാം. ദാറ്റ് ഈസ് 2πr ആണ്. പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. r² പറഞ്ഞാൽ 2r ആണ് ഇതിൻ്റെ ഡെറിവേഷൻ വരിക. സോ 2πr. റേഡിയസ് 3 ആവുന്ന സമയത്ത് വെൻ റേഡിയസ് ഈക്വൽ ടു 3, ആൻസർ ഈസ് 2 × π × 3, ദാറ്റ് ഈസ് 6π cm². ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ, പെർ സെക്കൻഡ് ഇല്ല, 6π cm². ഓക്കെ, കൃത്യമായിട്ട് തന്നു. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് കൃത്യമായിട്ട് തന്നു. എന്നാൽ ഈ ചോദ്യം നോക്കിയ മക്കളെ, ഈ ചോദ്യം കുറച്ച് വെറൈറ്റി ആണ്. സെയിം ടോപ്പിക് തന്നെ വെറൈറ്റി ക്വസ്റ്റ്യൻ. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s. റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം dr/dt. ഓക്കെ ആണോ? പെർ സെക്കൻഡ്. ഇവിടെ ടൈം ആണ് തന്നത്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ്. ഏരിയ കണ്ടുപിടിക്കണം വെൻ ദ റേഡിയസ് ഈസ് 10 cm. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് തന്നിട്ടില്ല, നമുക്ക് തന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. dr/dt, സെക്കൻഡ്, പെർ സെക്കൻഡ്. അപ്പോൾ dA/dt ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞാൽ dA/dr കണ്ടുപിടിക്കണം. അവിടെ തന്നിട്ടില്ല, അവിടെ ടൈമാണ് തന്നത്. സോ dA/dt ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. dA/dt ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. dA/dr ഇൻറ്റു dr/dt. ഓക്കെ, dA/dr ഇൻറ്റു dr/dt. അങ്ങനെ ചെയ്യാൻ കാരണം എന്താ? നമുക്കറിയാം ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസേ ചെയ്യാൻ പറ്റുള്ളൂ, വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യാൻ പറ്റില്ല. പുറത്ത് വെക്കാനുള്ള ട്രിക്ക് ഇത് ക്യാൻസൽ ആകുന്ന രീതിയിൽ ആലോചിച്ചാൽ മതി. സോ ഏരിയ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് 2πr ആണ്. സോ 2πr ഇൻറ്റു dr/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് 3 ആണ്. ദാറ്റ് ഈസ് 3 × 2 6πr ആണ്. ക്വസ്റ്റ്യനിൽ r ഈക്വൽ ടു 10 ആവുന്ന സമയത്താണ് ആൻസർ ചോദിച്ചത്. സോ 6π × 10 cm, ദാറ്റ് ഈസ് 60π cm²/s. ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. സെറ്റാണല്ലോ. അപ്പോൾ ആ 2 ചോദ്യങ്ങൾ നമ്മളെ വ്യത്യാസം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കളെ. ഈ കാണുന്ന ചോദ്യം നിങ്ങളുടെ പബ്ലിക് എക്സാം, മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു പക്ഷേ പല ആൾക്കാരും ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ദ വോള്യൂം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ്. വോള്യൂമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. dV/ at the rate of 24 cm³/s വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് അല്ല. ഓക്കെ, ഒരു ക്യൂബിൻ്റെ റേഡിയസ് ആണ്, വോള്യൂമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ dV/dt എത്ര തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് 24 ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ കാണാൻ പറഞ്ഞത്? ഹൗ ഫാസ്റ്റ് ദ സർഫസ് ഏരിയ കാണണം. ds/dt കാണണം. വെൽ എഡ്ജ് നമുക്ക് വേണമെങ്കിൽ x ആയിട്ടോ അല്ലെങ്കിൽ a ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാനിവിടെ a ആയിട്ട് എടുത്തു. അപ്പോൾ a = 6 ആവുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം dV/dt നമുക്കൊരു സൈഡ് a ആണെങ്കിൽ അതിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞാൽ a³ ആണ്. അപ്പം വോള്യത്തെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് ചെയ്യാൻ പറ്റില്ല. വിത്ത് റെസ്പെക്ട് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ സൈഡായിട്ടുള്ള a ആണ്. അപ്പോൾ സംശയം, സാർ t എന്ന് എടുക്കാൻ പറ്റില്ല. അത് വേരിയബിൾ ആട്ടോ. ഇത് വേരിയബിൾ ആണ്, ഇത് പാരാമീറ്റർ ആണ്, പാരാമെട്രിക് ഫോം അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ dV/dt ഈക്വൽ ടു dV/dA ഇൻറ്റു dA/dt ആണ്. ഈ t മീൻസ് എന്താണ്? വേരിയബിൾ അല്ല, അതൊരു വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ, ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ വോള്യൂം എന്ന് പറഞ്ഞാൽ a³ ആണ്. അപ്പോൾ dV/dA എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു a ആണെങ്കിൽ എന്തായിരിക്കും? dD ഓഫ് a³ ദാറ്റ് ഈസ് 3a² ആണ്. സോ ആൻസർ ഈസ് 3a² ഇൻറ്റു dA/dt ഈക്വൽ ടു 24. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നത് ക്യൂബാണെന്ന്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ds/dt ആണ്. അപ്പോൾ ds/dt ആണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? അതിൻ്റെ മുമ്പ് നമുക്ക് dA/dt ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. dA/dt എന്താ? ദാറ്റ് ഈസ് 24/3a² ആണ്. ഏതൊക്കെ വെട്ടാം? 24ഉം 3ഉം വെട്ടാം. 8/a². അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എന്തിനാണ് ഇത് കണ്ടുപിടിച്ചതെന്നുള്ളത്. അത് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഈ ചോദ്യം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ds/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ds/dt എന്നാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ d/dt ഓഫ്
മക്കളെ സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ അറിയാത്ത ആളുകൾ എഴുതി വെച്ചോളൂ. നമുക്കറിയാം ഒരു ക്യൂബ് എന്ന് പറഞ്ഞാൽ 6 മുഖം ഉണ്ടാവും അല്ലേ. ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ ഇത് 6 മുഖം ഉണ്ടാവും മുകളിൽ താഴത്ത് ഇങ്ങനെ ഒരു പെട്ടി പോലെ. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്നാൽ a സ്ക്വയർ ആണ്. അങ്ങനെ 6 എണ്ണത്തിൻ്റെ ഉണ്ടെങ്കിൽ 6a സ്ക്വയർ. സോ d by dt ഓഫ് 6a സ്ക്വയർ ഇൻറ്റു da by dt. ഓക്കെ, അങ്ങനെ ds by dt പറഞ്ഞാൽ ds by dt എന്ന് പറഞ്ഞാൽ ds by da ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ സൈഡ് ഇൻറ്റു da by dt ആണ്. അതാണ് നമ്മുടെ എഴുതിയത് കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 6 12a ഇൻറ്റു da by dt നമ്മൾ കണ്ടുപിടിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് da by dt നമ്മൾ കണ്ടുപിടിച്ചത് 8/a സ്ക്വയർ. സോ ഈ കാണുന്ന സ്ക്വയറും ഈ കാണുന്ന എയും വെട്ടാം. 12 × 8 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിന് കൃത്യമായിട്ട് തന്നു എത്ര കൊടുക്കാനുണ്ട്, 6 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ സ്ഥാനത്ത് ഞാൻ 6 കൊടുത്തു. സോ 6 × 12 വെട്ടാം 2 × 8 16 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന് ഇപ്രാവശ്യം വന്ന ഒരു കിഡ്ലൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എന്താക്കുക, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പം പാരാമെട്രിക് ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഇതേ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിംഗ് ഉള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മക്കളെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f of x is equal to log sin x. f of x equal to log sin x ആണ് തന്നിട്ടുണ്ട്. അത് ഇൻക്രീസിങ് ഇൻ 0 to π/2. മക്കളെ ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് തെളിയിക്കാൻ ഒരു പണിയില്ല. f' കണ്ടിട്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് തെളിയിച്ചാൽ മതി ഇൻക്രീസിങ് ആണെങ്കിൽ. ഡിക്രീസിങ് ആണെങ്കിലോ f' കണ്ടിട്ട് അത് ലെസ് ദാൻ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇതാണ് ഇൻക്രീസിൻ്റെ ഡിക്രീസിൻ്റെ കണ്ടീഷൻ. വേറെ ഒന്നും ആലോചിക്കണ്ട. നമ്മൾ എന്ത് വെക്കുന്നു, ഇതിൻ്റെ f' കാണുന്നു. അങ്ങനെ log x എന്നാൽ 1/x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് sin x ആണ്. log xൻ്റെ ഡെറിവേഷൻ എന്താണ്, 1/x ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് sin x ആണ്. ഇനി എന്ത് ചെയ്യണം, sin x ൻ്റെ ഡെറിവേഷൻ കൂടി കാണണം. d by dx ഓഫ് sin x എന്താ, cos x ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, cos by sin ദാറ്റ് ഈസ് ഈക്വൽ ടു cot x കിട്ടുന്നു. തിരക്ക് കൂട്ടി tan x എന്ന് എഴുതി പോയത്. ഓക്കെ, പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. തിരക്ക് കൂട്ടിയിട്ട് വേഗം tan x എഴുതും. അപ്പോൾ നമുക്ക് മനസ്സിലായത് cot x ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ് ഈ കാണുന്ന ഇൻ്റർവെൽ 0 to π/2. നമുക്കറിയാം 0 to π/2 എന്നാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. 0 to π/2 എന്നാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ്. ഇൻ 0 to π/2 ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാം പോസിറ്റീവ്. ഓൾ സൈൻ ടേക്ക് കോഫി അല്ലേ, ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി അല്ലേ, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ ട്യൂഷൻ ക്ലാസ്സോ ഇനി അല്ലെങ്കിൽ അച്ഛൻ സാറിന് തല്ലിച്ചോ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. അപ്പോൾ 0 to π/2 എന്നാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ tan x cot x എന്താണ്, പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ cot x ഈസ് പോസിറ്റീവ്. സോ f' ഈസ് ഗ്രേറ്റർ ദാൻ 0. cot x പോസിറ്റീവ് ആണ്. സോ f' എന്താണ്, ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇൻക്രീസിങ് ആയി. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഇനി രണ്ടാമത്തത് π/2 to π. ഇൻ π/2 to π എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ cot x നെഗറ്റീവ് ആണ്. cot x ഈസ് നെഗറ്റീവ് ലെസ് ദാൻ 0 അല്ലേ. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ആകെ 2 പോസിറ്റീവ് ഉള്ളൂ, സൈനും കൊസീക്കും. അപ്പോൾ cot x ലെസ് ദാൻ 0 ആയതുകൊണ്ട് f' എന്താണ്, ലെസ് ദാൻ 0 ആണ്. സോ ഫംഗ്ഷൻ ഈസ് ഡിക്രീസിങ്. ഇത്ര ഉള്ളൂ എഴുതാൻ. ഈ 3 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഓക്കെ, 3 മാർക്കിനൊക്കെ ചെയ്തു. ഇത് പണ്ട് പരീക്ഷയ്ക്ക് വന്നതാണ്, ഇപ്പോൾ അടുത്തൊന്നും വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് അറിയാം. അതുകൊണ്ടാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്തത് കേട്ടോ. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ, അടുത്തൊരു രസകരമായുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പബ്ലിക് എക്സാം മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഫൈൻഡ് ദ ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ f of x equal to 3 + mod x. ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ ഗ്രാഫ് വരക്കുന്നതാണ് നല്ലത്. അപ്പോൾ x ആക്സിസ് വരക്കുക, y ആക്സിസ് വരക്കുക. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരയ്ക്കൽ, ആ കാണുന്ന ഗ്രാഫ് വരയ്ക്കാൻ ഒരു 3-4 പോയിന്റ് കിട്ടിയാൽ മതി. അപ്പം ഒരു കാര്യം ഉറപ്പിച്ചോളൂ, മോഡുലസ് ആണ് ഫംഗ്ഷൻ എങ്കിൽ ആ കിട്ടുന്ന ഉത്തരം വി ഷേപ്പ് ആയിരിക്കും. എവിടെയെങ്കിലുമൊക്കെ വി. മോഡുലസ് ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, വി ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. 3 + mod x. എക്സിന് ഞാൻ 0 കൊടുത്താൽ, എക്സിൻ്റെ പൊസിഷനിൽ ഞാൻ 0 കൊടുത്താൽ y 3 ആയിരിക്കും. അതായത് y = 3 + mod x. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു, അപ്പോൾ y എന്ത് കിട്ടുന്നു, 3 കിട്ടുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 1 കൊടുക്കുന്നു, അപ്പോൾ y എത്ര കിട്ടുന്നു, 4 കിട്ടുന്നു. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 2 കൊടുക്കുന്നു, അപ്പോൾ 5 കിട്ടുന്നു. ഇനി ഞാൻ നെഗറ്റീവിലേക്കും പോവാണ്. എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ -1 കൊടുക്കുന്നു, y -1 ആകുമ്പോൾ 4 തന്നെ. -2 കൊടുക്കുന്നു, 5. -3 കൊടുക്കുന്നു, -3 കൊടുക്കുക. അത്ര മതി. ഇത്ര പോയിന്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഗ്രാഫ് വരക്കാൻ പറ്റും. ഏകദേശം ഐഡിയ കിട്ടും. വളരെ സിമ്പിളാണ്. നോക്കി നോക്കൂ മക്കളെ, എങ്ങനെയാണ് ഗ്രാഫ് കിട്ടുക. x0 y3 ഇവിടെയാണ് ഒരു പോയിന്റ്. x1 y4 ഏകദേശം ഇവിടെ വരും. x2 y5 ഏകദേശം ഇവിടെ വരും. അപ്പോൾ ഒരു വി ഷേപ്പിൻ്റെ ഇവിടെ കിട്ടി. ഈ മോഡുലസ് ഫംഗ്ഷൻ്റെ ആട്ടോ വി വരുന്നത്. ഓക്കെ, അടുത്തത് -1 4 ഏകദേശം ഇവിടെ വരും. x -1 y4
എക്സ് മൈനസ് 2 y5 ഏകദേശം ഈ ഷേപ്പിലാണ് ഗ്രാഫ് വരുന്നത്. മക്കളെ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ, ഇതാ നോക്കി നോക്കും മക്കളെ. ഈ കാണുന്ന ഗ്രാഫിൽ ഏറ്റവും മിനിമം വരുന്ന ഏത് ഭാഗത്താണ്? ഏറ്റവും അടിഭാഗം ഏതാണ്? ഈ കാണുന്ന സ്ഥലമാണ് മക്കളെ. ഇത് നമുക്ക് ഡിഫറൻഷ്യബിൾ അല്ല എന്നറിയാം. മോഡുലസ് ഫംഗ്ഷൻ എന്തല്ല, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് മിനിമം ആണോ മാക്സിമം ആണോ കാണാൻ എഫ് ഡാഷ് ഓഫ് എക്സും എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സും വെച്ച് കാണാൻ കഴിയില്ല. കാരണം അവിടെ എന്താണുള്ളത്, അവിടെ ഡിറൈവ് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സാധാരണ മെത്തേഡ് ഗ്രാഫ് വരച്ചിട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന പോയിന്റിൻ്റെ നേരെയുള്ള സ്ഥലത്താണ് എന്ത് വരുന്നത്? മിനിമം വരുന്നത്. മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 0. ഈ കാണുന്ന പോയിന്റിൻ്റെ നേരെ താഴത്തുള്ള പോയിന്റ്, എക്സ് ആക്സിലുള്ള പോയിന്റ് ഏതാണ്? 0 ആണ്. സോ ഇതിൻ്റെ മിനിമം വരുന്നത് എവിടെയാണ്? 0ലാണ്. പക്ഷെ നമ്മൾ കാണാവുന്നത് മിനിമം വാല്യൂ ആണ്. മിനിമം വാല്യൂ. അപ്പോൾ മിനിമം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ എക്സ് ആക്സിലെ പോയിന്റും മിനിമം വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ വൈ ആക്സിലെ പോയിന്റും എഴുതി വെച്ചാൽ മതി. ഇതാണ് മിനിമം വാല്യൂ. ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ. അപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫിൻ്റെ ഏറ്റവും അടിഭാഗം എവിടെയാണോ വരുന്നത് അതാണ് അതിൻ്റെ മിനിമം. ഈ കാണുന്ന ഗ്രാഫിൽ മാക്സിമം ഇല്ല, കാരണം മാക്സിമം എവിടെ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യത്തിലും ചിലപ്പോൾ മിനിമം ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ മാക്സിമം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഗ്രാഫ് ഈ രീതിയിലാണെങ്കിൽ അവിടെ മാക്സിമം ഉള്ളൂ, മിനിമം അല്ല. ഓക്കെ, ആ രീതിയിലെ ചോദ്യം വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. മിനിമം അറ്റ് എവിടെയാണ്? എക്സ് ആക്സ്. മിനിമം വാല്യൂ എത്രയാണ്? വൈ ആക്സുള്ള പോയിന്റ്. അതേ രീതിയിൽ ഇതാണ് ടച്ച് ഗ്രാഫ്. അതേ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത് കേട്ടോ. മോഡ് എക്സ് മൈനസ് 2 ഇതിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? ഇപ്പോൾ ഒരു പണിയില്ല, മോഡ് എക്സ് മൈനസ് 2ൻ്റെ ഗ്രാഫ് വരച്ചാൽ മതി. അപ്പോൾ മോഡ് എക്സ് മൈനസ് 2 ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. എക്സിന് 0 കൊടുത്താൽ വൈ മൈനസ് 2, അതാണ് ആദ്യം നോക്കേണ്ടത്. എക്സിന് 0 കൊടുത്താൽ വൈ മൈനസ് 2. എക്സിന് 0 കൊടുക്കുന്നു, അപ്പോൾ വൈ മൈനസ് 2 കിട്ടുന്നു. എക്സിന് 1 കൊടുക്കുന്നു, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ, എക്സിന് 1 കൊടുത്താൽ വൈ മൈനസ് 1, എക്സിന് 2 കൊടുത്താൽ വൈ 0. -1 കൊടുക്കുമ്പോൾ യെസ്, ഏകദേശം ഈ ഷേപ്പിൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് -2 ആണ് കേട്ടോ. മിനിമം വാല്യൂ ഈസ് -2. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ മാർക്ക് ചെയ്താണ്. ഒരു മാർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഗ്രാഫ് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി മിനിമം ഏത് പോയിന്റിലാണെന്ന് വെച്ചാൽ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇനി ഗ്രാഫ് ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ മിനിമം ഈസ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് മിനിമം വാല്യൂ ഈസ് വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പം മിനിമം അറ്റ് എവിടെയാണെന്ന് വെച്ചാൽ എക്സ് ആക്സ്, മിനിമം വാല്യൂ എവിടെയാണെന്ന് വെച്ചാൽ വൈ ആക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഓക്കെ, സോ മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ലൈവിൽ നിങ്ങൾ മാരത്തോണിലേക്ക് വരിക. സോ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടി ചെയ്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്ന് മോഡൽ എക്സാമിന് വന്ന ഒരു കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ലാബ് എക്സാം ഒക്കെ ഉണ്ടായതുകൊണ്ട് ഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആവുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും ഒരു ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആവുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴാണ്. ഓക്കെ, ഈ കാണുന്ന ഗ്രാഫ് കിട്ടിയിട്ട് ആ കാണുന്ന ഗ്രാഫ് ഇൻക്രീസിങ് ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ വൈ ആണ്, വൈ ആക്സിസ് ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് പറഞ്ഞാലും വൈ ആക്സിസ് ഈക്വൽ ടു വൈ ആക്സ് ആണ്. എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്? വൈയിലാണ് കിട്ടുക. ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ആണെങ്കിൽ സെയിം വൈ ആക്സിസിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്, വൈ ആക്സിസ്. അപ്പോൾ ഇതുപോലെ ഗ്രാഫ് കിട്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് തന്നിട്ട് അതിൽ ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ പറയും. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആണല്ലോ. ഒരു പണിയില്ല മക്കളെ. വൈ ആക്സിസ് നോക്കുക, ഇതാണ് വൈ ആക്സിസ്. ഓക്കെ, ഈ കാണുന്ന വൈ ആക്സിസിൽ പോസിറ്റീവായിട്ടുള്ള വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെ നോക്കുക. നമുക്കറിയാം ഈ കാണുന്ന ഈ ഭാഗവും താഴോട്ടില്ല കേട്ടോ. ഈ 1 മുതൽ മേലോട്ടും ഈ 3 മുതൽ മേലോട്ടും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. വൈ ആക്സിസ് എന്നാൽ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് 1 നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ പോസിറ്റീവ് ഇൻക്രീസിങ് ആയിട്ടുള്ളത് -∞ to 1 യൂണിയൻ 3 to ∞. ഇതാണ് ഇൻക്രീസിങ്. ഇൻക്രീസിങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? -∞ to 1 3 to ∞. ഇതാണ് ഇൻക്രീസിങ്. ഡിക്രീസിങ് ഏതാണെന്ന് വെച്ചാലോ, ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ മക്കളെ ഇത്രേ ഉള്ളൂ. വൈ ആക്സിസ് ലെസ് ദാൻ 0 വരുന്ന ഭാഗം 1 to 3. സോ 1 to 3ലാണ് ഡിക്രീസിങ്. ഇത്രയാണ് നിങ്ങൾക്ക് 2 മാർക്ക് എഴുതാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതുപോലെ വന്നാൽ നിങ്ങൾ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഐഡന്റിഫൈ ദ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. മക്കളെ ഇത്രേ ഉള്ളൂ. ലോക്കൽ മാക്സിമം കാണാൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ലോക്കൽ മാക്സിമം ആണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ്, എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ്. അപ്പോൾ അവിടെ വരുന്നത് മാക്സിമം ആണ്. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ, അപ്പോൾ അവിടെ വരുന്നത് മിനിമം ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ആദ്യം ഗ്രേറ്റർ ദാൻ 0യും പിന്നെ ലെസ് ദാൻ 0യും ആണെങ്കിൽ, ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0, അവിടെ വരുന്നത് മാക്സിമ. ആദ്യം ലെസ് ദാൻ 0 പിന്നെ ഗ്രേറ്റർ ദാൻ 0 മിനിമ. അപ്പോൾ നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കാണുന്ന ഗ്രാഫിൽ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് എന്നത് ഇതാണ്. ഇത് ആദ്യം പോസിറ്റീവാണ്, വൈ ആക്സിസ് പോസിറ്റീവ്, പിന്നെ ഇവിടെ വരുന്നത് നെഗറ്റീവ്.
അപ്പോൾ ഈ കാണുന്ന 1 എന്ന് പറയുന്ന പോയിന്റിലും 3 എന്ന് പറയുന്ന പോയിന്റിലുമാണ് എന്തുള്ളത്, ക്രിട്ടിക്കൽ പോയിന്റ് ഉള്ളത്. ക്രിട്ടിക്കൽ പോയിന്റ് ആർ 1 and 3. ഈ ക്രിട്ടിക്കൽ പോയിന്റിലാണ് മാക്സിമം മിനിമം നമുക്ക് എന്താക്കാൻ പറ്റുക, പറയാൻ പറ്റുക. അപ്പോൾ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ 1 മാക്സിമം ആണോ മിനിമം ആണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 1ന്റെ ആദ്യത്തെ ഭാഗം f' ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0, അതായത് ഈ കാണുന്ന വാല്യൂ പോസിറ്റീവ് ആണ്. അപ്പോൾ f' ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0 മാക്സിമ. അപ്പോൾ ലോക്കൽ മാക്സിമ അറ്റ് x = 1. ഓക്കെ, ലോക്കൽ മിനിമയോ അറ്റ് x = എവിടെയാണ്, ലോക്കൽ മിനിമ അറ്റ് x = ആദ്യം കുറയുന്നു പിന്നെ കൂടുന്നു, ആദ്യം കുറയുന്നു പിന്നെ കൂടുന്നു. അപ്പം മിനിമ അറ്റ് x = 3. ഈ 2 പോയിന്റ് അങ്ങ് കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പം മാക്സിമം മിനിമ എവിടെയാണെന്ന് വെച്ചാൽ f' ഗ്രേറ്റർ ദാൻ 0, ആദ്യം ഗ്രേറ്റർ ദാൻ 0 പിന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമയും, ആദ്യം ലെസ് ദാൻ 0 പിന്നെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമയും ആണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവർക്കും അത്ര പെട്ടെന്ന് ദഹിക്കണം എന്നില്ല, നിങ്ങൾക്ക് 100% ഷുവറാണ്. ഒന്നുകൂടി എടുത്ത് കാണുക. പിന്നെ ഇനി മെഗാ മാരത്തോണിലേക്ക് നിങ്ങൾ വരിക, അവിടെ കുറേ വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസൈൽ ലേണിംഗ്. ബൈ.